പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന്റെ ഓഡിയോ ചെറിയൊരു എക്കോ പ്രശ്നമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് വീഡിയോ കേൾക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC-യിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് താൽക്കാലിക മീൻസ് കോൺട്രാക്ട് ബേസ് വേക്കൻസിയെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിന്റെ പട്ടിക വർഗ ST വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് ഉള്ള കോൺട്രാക്ട് ബേസ് പോസ്റ്റുകളിലേക്കുള്ള, അതായത് LP, UP, HSA, HST എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവ്, നിങ്ങളെ അധ്യാപക ഒഴിവ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും വയനാട്, ഇടുക്കി ആൻഡ് കാസർഗോഡ് ഈ 3 ജില്ലകളിലേക്കാണ് ഇപ്പം വേക്കൻസി വന്നിട്ടുള്ളത്. അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒഴിവുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് വഴിയോ ഫോൺ വിളിച്ചോ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറാണ്. ഈ നമ്പരോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒഴിവുകൾ, അത് കോൺട്രാക്ച്വൽ ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ, എല്ലാം സ്റ്റേറ്റ് സെൻട്രൽ എല്ലാ ഒഴിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ KVS, NVS, EMRS, DSSB, AES, CTET തുടങ്ങിയ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ RRB ടീച്ചറിന്റെ കോഴ്സിന്റെ അഡ്മിഷൻ നാളെ നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ഫീസ് 599. എല്ലാ കോഴ്സും നമ്മൾ 50% ഡിസ്കൗണ്ടോടുകൂടി നൽകുന്നത്. അത് RRB റെയിൽവേ ടീച്ചറിന്റെ കോഴ്സ് 599 രൂപയാണ്. നാളെ കൊണ്ട് അഡ്മിഷൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്, നമ്മുടെ ക്ലാസ് ഫുള്ള് ലൈവ് ക്ലാസ്, ഫുള്ള് ലൈവ് ക്ലാസ് ആണ്. ആ ലൈവ് ക്ലാസിന്റെ ഫുള്ള് റെക്കോർഡഡ് വെർഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലസ് നിങ്ങളുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PYQ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ ടോപ്പിക്കിന്റെ PDF നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്ലാസ്. ഇതിനോടൊപ്പം തന്നെ അഡ്മിഷൻ നടക്കുന്നത് SSA നാച്ചുറൽ സയൻസിന്റെ അഡ്മിഷൻ 999, അതായത് ജനറൽ ബാച്ച് 499, LP UP തീർത്തും ഫ്രീ ബാച്ച് ആണ്. അതുപോലെ അഡ്മിഷൻ ഫീസ് 299 മാത്രമുള്ള ലോങ് ടേം ബാച്ച്, അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള ബാച്ച്. ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംശയങ്ങൾ ചോദിക്കുവാനും അഡ്മിഷൻ എടുക്കുവാനും കഴിയുന്നതാണ്. തീർച്ചയായിട്ടും അപ്പൊ നാളെ അഡ്മിഷൻ അവസാനിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് RRB ടീച്ചറിന്റെ ബാച്ചാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ പട്ടിക വർഗ വികസന വകുപ്പിന് കീഴിലെ, ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഇവിടെയൊക്കെ ഈ റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പൊ സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കുവാൻ യോഗ്യതയുള്ളത്. അതായത് അവിടെ താമസിച്ച് പഠിപ്പിക്കണം. റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പം അതിലൊന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വയനാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. വയനാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആശ്രമ സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. അത് LP UP ഉണ്ട്, UP ഉണ്ട്, HST ഉണ്ട്, HSST ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അവസാന തീയതി എന്ന് പറയുന്നത് April 15 ആണ്. ഓക്കെ, അവസാന തീയതി April 15 ആണ്. അപ്പൊ നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഓക്കെ, അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ബയോഡേറ്റ ഈ താഴെ കാണുന്ന ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുക. അതായത് പ്രൊജക്ട് ഓഫീസർ, ITDP, സിവിൽ സ്റ്റേഷൻ, കൽപ്പറ്റ, വയനാട് 673122. ഇതാണ് ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് വയനാട്ടിലേക്കുള്ള. രണ്ടാമത്തെ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് ഇടുക്കിയിലേക്കുള്ളതാണ്. രണ്ടാമത്തത് പീരുമേട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളില് എന്തൊക്കെയാണ്, ഹയർ സെക്കൻഡറിയിലുണ്ട്, ഹൈസ്കൂളുണ്ട്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലുള്ള തമിഴ് മീഡിയം ടീച്ചേഴ്സിനാണ്. തമിഴ് മീഡിയം ടീച്ചേഴ്സിനാണ് അവിടെ ഒഴിവുള്ളത്. അതല്ലാതെ എല്ലാവർക്കും തമിഴല്ലാതെ നോർമലായിട്ടുള്ളത് ഡ്രോയിങ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, മാനേജർ കം റെസിഡന്റ് ട്യൂട്ടർ, ഈ 3 ഒഴിവുകളാണ് എല്ലാവർക്കും ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് അധ്യാപക ഒഴിവുകൾ എന്ന് പറയുന്നത് എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്. ഇത് തമിഴ് മീഡിയമാണ് ഒഴിവുള്ളത്. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബയോഡേറ്റ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റോട് ചേർത്തിട്ട്
എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ അഡ്രസ്സിലേക്ക് അയക്കുക. ഏത് അഡ്രസ്സിലേക്കാണ്? ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, കളക്ടറേറ്റ്, അഡ്രസ് നോക്കിക്കൊള്ളണം, കളക്ടറേറ്റ്, കളക്ടറേറ്റ് PO, കളക്ടറേറ്റ് PO ഇടുക്കി 685603. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ആരായുകയും ചെയ്യാം. ഓക്കെ, അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ കാസർഗോഡുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്. ഓക്കെ, ഒന്ന്. രണ്ടാമത് സാവിത്രിബായി ഫുലെ മെമ്മോറിയൽ ആശ്രമ സ്കൂൾ. ഇങ്ങനെ 2 സ്കൂളുകളാണ്. ഇവിടെ ഹയർ സെക്കൻഡറി ടീച്ചറുണ്ട്, ഹൈസ്കൂൾ ടീച്ചറുണ്ട്, LP ടീച്ചറുണ്ട്. ഓക്കെ, പിന്നെ HM. ഓക്കെ, HM മാത്രമാണ് ചെറിയൊരു റെസ്ട്രിക്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ്, അതായത് ഓക്കെ 40 വയസ്സ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ യോഗ്യത. പരിചയമുള്ളവർ മാത്രം അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് HM ന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം സെയിം നമ്മുടെ സാധാരണ കേരള ഗവൺമെന്റ് HSIക്കും HSTക്കും LPക്കും UPക്കും ഏതാണ് ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷനോടൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിന് മാത്രം ഒരു പ്രത്യേകതയുള്ളത് ഇത് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും അയക്കണം. അതിന്റെ കൂട്ടത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കേണ്ടത് കാസർഗോട്ടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നിന്ന് കിട്ടും, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് കിട്ടും, സാവിത്രിബായി ഫുലെ മെമ്മോറിയൽ ആശ്രമ സ്കൂളിൽ നിന്ന് കിട്ടും, അതുപോലെ എൻമകജയിലുള്ള ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നിന്നും ഇതിന്റെ ആപ്ലിക്കേഷൻ ലഭിക്കും. അത് വാങ്ങിച്ചതിന് ശേഷം ഏപ്രിൽ 15-ാം തീയതിക്ക് മുമ്പ് ഈ അഡ്രസ്സിൽ ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസറുടെ കാര്യാലയം, B ബ്ലോക്ക്, സിവിൽ സ്റ്റേഷൻ, വിദ്യാനഗർ PO, കാസർഗോഡ് 671123. ഇതാണ് നമ്പർ. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനുള്ള നമ്പർ. ഇതിലേക്ക് അയക്കുക. ഇതാണ് 3 സ്കൂളുകളുടെ പ്രത്യേകത. അതിൽ 2 ആദ്യം വയനാട്ടിലെത്തതും കാസർഗോഡിലെത്തും. ഈ ഫോം അയക്കേണ്ടതും ഏപ്രിൽ 15-നാണ് ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ പീരീഡിലുള്ള അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 4-നാണ് കേട്ടോ. ഏപ്രിൽ 4-നകം. ഓക്കെ, ഏപ്രിൽ 4-നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഏപ്രിൽ 4-നാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു ജോലി പെട്ടെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ചാൻസ് ഉള്ളവര്, അതായത് താമസിച്ച് പഠിപ്പിക്കുവാൻ കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മുമ്പ് 2-3 വർഷം അവിടെ പഠിപ്പിച്ചിരുന്നവരെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കിട്ടാൻ ചാൻസ് കുറവാണ്. പുതിയ ആൾക്കാരാണ് എപ്പോഴും എടുക്കുന്നതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റും ലൈക്കൊക്കെ ഒരു അഭിപ്രായങ്ങളായിട്ട് കരുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് വിളിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBB ടീച്ചറിൽ അഡ്മിഷൻ എടുക്കാനുള്ളവര് 5999 ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാനുള്ളവർക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും വീഡിയോയെ കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ആയിട്ട് ശ്രമിക്കുക. ഇതിനെ ആഗ്രഹിച്ച് നിൽക്കുന്നവർ, ഓക്കെ, പെട്ടെന്നൊരു ജോലി വേണം, കോൺട്രാക്ട് ആയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും, അതുപോലെ തന്നെ അതില് സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ. ഓക്കെ, എനിവേ എന്തായാലും എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.